രാഹുൽ മാങ്കൂട്ടം കാരണം ഗർഭമുണ്ടായ ഏതെങ്കിലും സ്ത്രീകൾ ഗർഭചിത്രം നടത്തിയോ എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദത്തിൽ ഗർഭചിത്രം നടത്തുന്ന കാര്യത്തെപ്പറ്റി ഒരു വോയിസ് രംഗത്ത് വന്നതാണ് പ്രശ്നം ഗുരുതരമാകാൻ കാരണം. എതിർകക്ഷി ആരാണെന്ന് അറിയില്ല. ആ വോയിസ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആണോ ഇല്ലയോ എന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെയാണോ, അത് ഇമിറ്റേറ്റ് ചെയ്ത ശബ്ദമാണോ, അതങ്ങനെ കിടക്കുന്നു. ബാംഗ്ലൂരിലും മറ്റു പല സ്ഥലത്തും ഗർഭചിത്രം നടത്തിയ മലയാളി സ്ത്രീകളുടെ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഒരു സ്ത്രീ ഗർഭചിത്രം നടത്തിയതായിട്ട് മലയാളിയായ സ്ത്രീയെ ലൊക്കേറ്റ് ചെയ്തു ക്രൈംബ്രാഞ്ച്. ആര് മുഖേനയാണ് അവർ ഗർഭചിത്രം നടത്തി, അല്ലെങ്കിൽ ആരാണ് ഗർഭത്തിന് ഉത്തരവാദി, ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും അവർ പറഞ്ഞിട്ടുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു കേസ് കൊടുക്കാനോ മൊഴി കൊടുക്കാനോ അവർ തയ്യാറാകുന്നില്ല. ക്രൈംബ്രാഞ്ച് പല സന്ദർഭത്തിൽ അവരെ കണ്ടിട്ടും അവരെ ഗർഭചിത്രം നടത്തി എന്ന് സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നും അറിയില്ല. എല്ലാ സ്ത്രീയെ ഈ കാര്യത്തിൽ ഒരു കേസ് കൊടുക്കാൻ തയ്യാറല്ല. അതേസമയം ക്രൈംബ്രാഞ്ചിൻ്റെ ശ്രമം വിഫലമായപ്പോൾ ഒരു IPS ഉദ്യോഗസ്ഥയെ തന്നെ ഈ സ്ത്രീ എടുത്ത് പറഞ്ഞു വിട്ടു, ലേഡിയെ. അവരുടെ അടുത്തും ഇവർ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇതിനകത്ത് വരാൻ പോകുന്ന നിയമപ്രശ്നങ്ങൾ, ഗർഭചിത്രം ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് നടത്താം. അത് 2-3 ഗ്രൗണ്ടുകളുണ്ട്. അവരുടെ ജീവന് എന്തെങ്കിലും ഭീഷണി ആ ഗർഭം മൂലം ഉണ്ടെങ്കിൽ അവർക്ക് സ്വമേധയാ പോയി നടത്താം. വേറെ ആരുടെ സഹായം വേണ്ട. അവർ ഗർഭം ധരിച്ചിരിക്കുന്ന ആ ജീവന് ഉള്ള ആ ഫീറ്റസ് അത് ഏതെങ്കിലും ഡിസ്ഫോർമാലിറ്റി അല്ലെങ്കിൽ അതിന് അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ആ ഫീറ്റസിന് ഏതെങ്കിലും രീതിയിലുള്ള മുന്നോട്ട് വളർച്ച കൊണ്ടുവന്നാൽ, അതിന് ഏതെങ്കിലും രീതിയിലുള്ള സിവിയറായിട്ടുള്ള അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് അബോർട്ട് ചെയ്ത് കളയാം. ഇന്ത്യൻ പീനൽ കോഡിൽ 312, 313 ആണ് ഈ മിസ്കാരിയേജ് എന്ന് പറയുന്നത്. മിസ്കാരിയേജ് നടത്തിയാൽ അത് നിയമവിരുദ്ധമായിട്ടാണ് നടത്തിയെങ്കിൽ 312 IPC അല്ലെങ്കിൽ 88 BNS. 317 മിസ്കാരേജ് ആ സ്ത്രീയുടെ കൺസെൻറ്റ് ഇല്ലാതെ ബലം പ്രയോഗിച്ചോ മറ്റേതെങ്കിലും രീതിയോ അവരെ ചതിച്ചോ, അത് മിസ്കാരേജ്. ഗർഭചിത്രം നടത്തിയ 313, അത് 89 BNS. മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി ആക്ട് 1971 മുതൽ നിലവിലുണ്ട്. അത് നിയമപരമായി നമുക്ക് വേണമെങ്കിൽ ക്രിമിനൽ അബോർഷൻ, ഗർഭചിത്രം നടത്താനുള്ള പ്രൊവിഷൻ എൻ്റെ അകത്തുണ്ട്. ഇതിന് 3 വർഷത്തെ തടവ് പറയുന്ന സാഹചര്യം. ജീവനുള്ള ഒരു ഫീറ്റസ്, ഒരു കുഞ്ഞ് അല്ലെങ്കിൽ കുട്ടി വയറ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അത് നോർമൽ ഡെലിവറിയിലോട്ട് പോകണം. അത് ക്രിമിനലായി അബോർട്ട് ചെയ്ത് കളഞ്ഞാൽ അത് കുറ്റകരമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ കുറ്റകരമാകുമ്പോൾ അതിൻ്റെ കാരണക്കാരനായ ആളും കുറ്റക്കാരൻ, ആ സ്ത്രീയും കുറ്റക്കാരൻ. ക്രിമിനൽ അബോർഷൻ, അതിനകത്ത് ആ അബോർഷൻ ചെയ്ത ഡോക്ടറും കുറ്റക്കാരനായിട്ട് വരും. നിയമപരമായി വലിയ പ്രശ്നം. ഇതൊക്കെ തെളിവ് വന്നാൽ തന്നെയും ഇത് എവിടെ നടത്തി, ആ ക്രിമിനൽ അബോർഷൻ നടത്തിയ ഫീറ്റസ് ഇപ്പോൾ എവിടെ, അത് ഹോസ്പിറ്റലുകാർ നശിപ്പിച്ച് കളയില്ലോ, അങ്ങനെയുള്ള ധാരാളം നിയമപ്രശ്നങ്ങൾ. പിന്നെ അത് DNA ആരുടെ കുട്ടിയാണ് എന്ന് കണ്ടെത്തണം. അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു സ്ത്രീ അത് സമ്മതിച്ചാൽ തന്നെയും ആ ക്രിമിനൽ അബോർഷൻ അവർക്ക് തീർച്ചയായിട്ടും നടത്തിയെന്ന് ശാസ്ത്രീയമായി തെളിയിക്കണം. അത് ചെയ്ത ഡോക്ടർ പറയണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകാർ പറയണം. ഇപ്പം
ഈ സ്ത്രീ തന്നെയാണ് ഇവിടെ വന്നതെന്നും അവരെയാണ് ക്രിമിനൽ അബോർഷൻ ചെയ്തതെന്നും അത് ഏത് സാഹചര്യത്തിലാണ് ചെയ്തതെന്നും ഹോസ്പിറ്റലുകാർ പറയണം. ഹോസ്പിറ്റലിൽ അതിനുള്ള റെക്കോർഡുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. കാരണം അങ്ങനെ അവിടെ ഹോസ്പിറ്റൽ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ചെയ്തില്ല, അതിലപ്പുറത്തോട്ട് പിന്നെ സഞ്ചരിക്കാൻ കഴിയില്ല. 100,000 നിയമപ്രശ്നങ്ങൾ ഈ ഗർഭചിത്രത്തിനുണ്ടാവും. അത് എങ്ങും ചെന്ന് അന്വേഷണം എത്തൂല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഗർഭചിത്രം നടത്തിയത് വോളണ്ടറി ചെയ്ത് നടത്തിയ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ് എന്ന് തോന്നിയാൽ അവർ പ്രതിയാവും. കാരണക്കാരനായ ആൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അയാൾ പ്രതിയാവും. ഇല്ലെങ്കിൽ അവരാളെ പറയുന്നത് അവർ തന്നെയാണ് ചെയ്തത് എങ്കിൽ അവരുടെ ഡെലിവറി ഉണ്ടായാൽ അവർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവുമെന്ന് തോന്നിയ ബോധ്യപ്പെട്ടാൽ ഡോക്ടർക്ക് ചെയ്യാം. അതുമല്ലെങ്കിൽ ആ ജനിക്കുന്ന കുട്ടിക്ക് വികലാംഗനായി വളരെ ആ രീതിയിൽ അബ്നോർമാലിറ്റി ഉള്ളൊരു കുട്ടിയാണ് വയറ്റിൽ കിടക്കുന്നതെന്ന് വന്നാൽ അതും അബോർട്ട് ചെയ്ത് കളയാം. അത് നിയമപരമായി ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതായാലും 312 IPC അല്ലെ 88 BNS അത് ഒരു ക്രിമിനൽ അബോർഷൻ ആണെന്ന് തെളിയിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ 3 വർഷത്തെ തടവ്. 313 മിസ്കാരേജ് ആ സ്ത്രീയുടെ കൺസെൻ്റ് ഇല്ലാതെ ബലപ്രയോഗത്തിലൂടെ ആ ക്രിമിനൽ അബോർഷൻ ചെയ്തു എങ്കിൽ ഈ വരുന്ന തടവ് വരെ കൊടുക്കാം. അങ്ങനെയാണ് നിയമപുസ്തകത്തിൽ ഈ കാര്യത്തെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഒരു ക്രിമിനൽ അബോർഷൻ രണ്ടുപേരും കൂടെ ചേർന്ന് നടത്തിയെങ്കിൽ അത് ആ കുട്ടി ജീവനോടെ ജീവിക്കാൻ അതിന് ഉള്ള തുടിപ്പുകൾ ആ ഗർഭപാത്രത്തിലുണ്ടായി കഴിഞ്ഞാൽ, മനുഷ്യജീവൻ ജന്മമെടുത്തു എന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ നശിപ്പിക്കാനായിട്ട് ഉള്ള ചില സാഹചര്യങ്ങൾ മാത്രമുണ്ട്. ആ സാഹചര്യത്തിലാണെങ്കിൽ നശിപ്പിക്കാം, അല്ലെങ്കിൽ നശിപ്പിക്കാൻ കഴിയില്ല. ആ പ്രായപൂർത്തിയായ സ്ത്രീയും അതിന് കാരണക്കാരനായ ആളും ആ ഡോക്ടറും പ്രതിയാകുമെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു കാര്യം, ഒരു പ്രായപൂർത്തി അല്ലാത്ത 18 വയസ്സ് താഴെയുള്ള ഒരു പെൺകുട്ടിയാണ് ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നടത്തുന്നതിന് നിയമ തടസ്സമില്ല. ഡോക്ടർക്ക് നടത്താം, ആരുടെയും കൺസെൻറ്റ് വേണ്ട. ആ പെൺകുട്ടിയുടെ പേരൻസ് വന്ന് പറഞ്ഞാൽ അതങ്ങ് നടത്താം. അതിന് നിയമപരമായ പരിരക്ഷയുണ്ട്. കാരണം അത് മൈനറായ കുട്ടിയാണ്. പക്ഷേ അതിന് കാരണക്കാരനായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് കേസുണ്ടാവും, പക്ഷെ കുട്ടിക്കെതിരായിട്ടുണ്ടാവില്ല. അത് അബോർട്ട് ചെയ്ത് കളയുന്ന ഡോക്ടർക്കും എതിരായി ഉണ്ടാകില്ല. നിയമപരമായ പല പ്രശ്നങ്ങളും ഗർഭചിത്രം എന്ന ആരോപണം കൊണ്ടുവന്നപ്പം ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ് ഇത്രയും വിശദമായ ആ കാര്യങ്ങൾ പറഞ്ഞത്. ഏതായാലും ഇത് അന്തരീക്ഷത്തിൽ ഉള്ള ഒരു ഗർഭം അത് പിടിച്ചെടുത്ത് അത് കണ്ടെത്തി ഒരു നിയമപരമായി പ്രോസിക്യൂട്ട് ചെയ്യുന്നത് ഹ്യൂമൻലി ഇമ്പോസിബിളായ കാര്യങ്ങളാണ്. അത് പോലീസ് എന്തിന് ഇങ്ങനെ ഒരെണ്ണം നടത്തുന്നു എന്ന് മനസ്സിലാകുന്നില്ല. കാരണം പരാതിക്കാരില്ല. പരാതിക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഈ കുട്ടിയെ ഹാജരാക്കണം, അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തിയ ആളെ ഹാജരാക്കണം, അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി ഒരു മൊഴി കൊടുത്തുകൊണ്ടൊന്നും കേസ് നിലനിൽക്കത്തില്ല. ഈ സംഭവം എവിടെ നടന്നു, ആരാണ്, അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതിനുള്ള എവിഡൻസ് ഇനിയൊന്നും കിട്ടാനുള്ള സാധ്യതയും ഉണ്ടാകില്ല. ക്രിമിനൽ അബോർഷൻ കുറ്റകരമാണ് എന്ന് പറയുമെങ്കിലും ചില സാഹചര്യത്തിൽ അബോർഷൻ നടത്തുന്നത് തടസ്സമില്ല എന്ന് നിയമപുസ്തകത്തിൽ പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് രീതിയിലാണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നത്തേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം പരാതിക്കാരില്ല. രാഹുൽ മാങ്കൂട്ടൻ അതിനെ റിയാക്ട് ചെയ്തിട്ടില്ല. കാരണം അയാൾ പറയുന്നത് തനിക്ക് ആ ആളെ പറ്റി അറിയില്ല. ആരെങ്കിലും തൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അത് തൻ്റെ മാത്രമല്ല മറ്റുള്ള ആരുടെ കാര്യത്തെപ്പറ്റിയും ചേർത്ത് വെച്ച് ഇങ്ങനെ ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ അബോർട്ട് ചെയ്ത് കളയുക. കാരണം അവർ കല്യാണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇല്ലീഗലായുള്ള പ്രഗ്നൻസിയാണ്. അതാണ് അങ്ങനെ സാഹചര്യം വന്നാൽ രാഹുൽ മാങ്കൂട്ടം പറയാനുള്ള സാധ്യത. അതേസമയത്ത് രാഹുൽ മാങ്കൂട്ടവും ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് നിയമവിരുദ്ധമായ ബന്ധം ഉണ്ടായതെന്നും ആ നിയമവിരുദ്ധമായ ബന്ധത്തിലാണ് പ്രഗ്നൻസി ഉണ്ടായതും അത് ബലം പ്രയോഗിച്ച് അബോർട്ട് ചെയ്ത് കളഞ്ഞു എന്നുമൊക്കെ പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും എവിഡൻസ് വേണം. ആ എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ.